ചാപ്റ്റർ 3. നഷ്ടപ്പെട്ട സഹോദരൻ. വിശപ്പ്, ക്ഷീണം, മരിക്കുന്നു. തെക്കോട്ട് പോയ കുരങ്ങന്മാർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു മാസം കഴിഞ്ഞു. സീത എവിടെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വിശന്ന ചില കുരങ്ങുകൾ ദൗത്യത്തിന്റെ ഉദ്ദേശ്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു സ്ത്രീയെ അന്വേഷിച്ച് നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്? നമ്മളിൽ പലരും അവൾക്കുവേണ്ടി ജീവൻ ത്യജിക്കാൻ തക്കവിധം അവൾ വിലപ്പെട്ടതാണോ? താഴെത്തട്ടിലുള്ളവർക്കിടയിൽ ഇവ സാധാരണ ചർച്ചകളായിരുന്നു. നേതാക്കൾ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ നേതാക്കൾ ഉപേക്ഷിച്ച ദിവസം ദൗത്യം അകാലത്തിൽ അവസാനിക്കുമായിരുന്നു. കുരങ്ങൻ കുടുംബത്തിന് അതിന്റെ ചില പുരുഷന്മാരെ നഷ്ടപ്പെടാൻ പോകുമ്പോൾ ഗുഹയിൽ നിന്ന് പറന്നിരുന്ന ഒരു പക്ഷിയെ ആ രാക്ഷസൻ കണ്ടു. അത് എങ്ങനെ സാധ്യമായി? അവൻ തലയാട്ടി, കണ്ണുകൾ തിരുമ്മി, വീണ്ടും ശ്രദ്ധാപൂർവം നോക്കി. അതെ, അത് സത്യമായിരുന്നു. അതിശയകരമെന്നു പറയട്ടെ, അത് ഒരു ജലപക്ഷി മാത്രമല്ല, നനഞ്ഞിരുന്നു. ഗുഹക്കുള്ളിൽ ഒരു ജലസ്രോതസ് ഉണ്ടായിരിക്കണം. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വ്യത്യാസം ഒരു വാക്ക് മാത്രമായിരുന്നു: വെള്ളം. അതായിരുന്നു അത്. തിരച്ചിൽ സംഘത്തിന്റെ മേൽ പുതിയൊരു ആവേശം പടർന്നു. അവർ സന്തോഷത്തോടെ ഗുഹയിലേക്ക് ഓൾട്ടി ആർപ്പു വിളിച്ചു. പ്രവേശന കവാടത്തിൽ അത് സാധാരണ ഗുഹയേക്കാൾ വലുതാണെന്ന് അവർക്ക് മനസ്സിലായി. മുഴുവൻ സംഘവും അകത്തു കയറി. താമസിയാതെ അവർ തങ്ങളുടെ ജലസ്രോതസ് കണ്ടെത്തി. അവർ ചാടാൻ തുടങ്ങുമ്പോൾ അതിന്റെ കരയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അവർ കണ്ടു. ഒരു മഹാസന്യാസിയെപ്പോലെ വസ്ത്രം ധരിച്ച ഒരു മയക്കം പോലെ അവൾ കാണപ്പെട്ടു. ഒരു യോഗമയമായ മയക്കത്തിലൂടെ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ അവൾ കണ്ണുകൾ തുറന്നു. അവൾ കണ്ണുതുറന്ന ഉടനെ ഒരു സ്വർണ്ണമേശ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുരങ്ങുകൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണം മേശയിൽ നിറഞ്ഞിരുന്നു. എണ്ണമറ്റ ഭക്ഷണങ്ങളും സ്വർഗീയ പാനീയങ്ങളും ഉണ്ടായിരുന്നു. സ്വയംപ്രഭ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സന്യാസി വിരുന്ന് ആരംഭിക്കാൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. പൂർണ്ണഹൃദയത്തോടെ കുരങ്ങുകൾ ഭക്ഷണം വിഴുങ്ങി. അവർക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ അവർ കഴിച്ചു. ഓരോ കുരങ്ങനും സന്തോഷം കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് എല്ലാം അപ്രത്യക്ഷമായി. കടൽ തീരത്തെ മണലിൽ കിടക്കുന്നതായി അവർ കണ്ടെത്തി. അവർ എവിടെയായിരുന്നു? അവർ എങ്ങനെ ഇവിടെ എത്തി? ഭക്ഷണത്തിന് എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ ആരാണ്? അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവരിൽ ആർക്കും അറിയില്ല. അവർ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നു. സഹായം ചോദിക്കാൻ ആരുമില്ല. വീണ്ടും അവസാനം. ദിവസങ്ങൾ കടന്നുപോകുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഗുഹയിൽ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ഫലം ഇപ്പോൾ ക്ഷയിച്ചു വരികയാണ്. അവർക്ക് വീണ്ടും വിശപ്പും ദാഹവും. ഇത്തവണ അവർക്ക് നനഞ്ഞ പക്ഷിയില്ല, രുചികരമായ ഭക്ഷണമുള്ള ഗുഹയില്ല. അവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു. കുരങ്ങുകൾ സഹായത്തിനോ ഇടപെടലിനോ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അംഗദ് പറഞ്ഞു, ഇനി ജീവിച്ചിട്ട് എന്താണ് അർത്ഥം? മാസം അവസാനിക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. നിർഭാഗ്യവശാൽ സീതാമാതാവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു വിവരവുമില്ലാതെ നമുക്ക് എങ്ങനെ മടങ്ങാൻ കഴിയും? വെറും കൈയോടെ മടങ്ങുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അവരെല്ലാം ആകാശത്തേക്ക് നോക്കി. ഒരു വലിയ പരുന്ത് അവരുടെ മുകളിൽ വട്ടമിട്ടു. വ്യക്തമായും അതൊരു സൂചനയായിരുന്നു. അവരുടെ ആസന്നമായ മരണത്തിന്റെ സൂചന. പരുന്ത് അതിന്റെ ആദ്യ ഇരയെ കാത്തിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഇര അതിന്റെ ഭക്ഷണമായിരിക്കും. ഹനുമാനെ നോക്കി അംഗദ് പറഞ്ഞു, രാവണന്റെ പിടിയിൽ നിന്ന് അമ്മ സീതയെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ജടായുവിനെപ്പോലെയല്ലേ ഈ പരുന്ത്? രാമനാൽ ചുട്ടരിക്കപ്പെട്ട ഭാഗ്യവാൻ ജടായു. ഈ പരുന്ത് നമ്മളോടുള്ള ഭയം പ്രകടിപ്പിച്ചതിനു ശേഷം രാമന് ഒരിക്കലും നമ്മുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അംഗദ് ആ വാക്കുകൾ പറഞ്ഞയുടനെ കുരങ്ങുകൾ ഓടാൻ തുടങ്ങി. അംഗദന്റെ സൈന്യം വഴിതെറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇത്രയും നേരം അവരെ വലയം ചെയ്തിരുന്ന വലിയ പരുന്ത് ഇപ്പോൾ തന്റെ നേരെ വേഗത്തിൽ പാഞ്ഞുക്കുന്നത് കണ്ടു. അംഗദ് പ്രതികരിക്കുന്നതിനു മുമ്പ് പരുന്ത് ചിറകുകൾ വിടർത്തി അവന്റെ നേരെ വന്നു. അവന്റെ ദിശയിലേക്ക് ഒരു മണൽക്കാറ്റ് അയച്ചു. അംഗദ് അവിടെ ഇരിക്കുമ്പോൾ പക്ഷിയുടെ കണ്ണുകളിൽ ഒരു ദ്രോഹവുമില്ലാതെ ആശങ്കയുടെ ഒരു ഭാവം അയാൾക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ജടായുവിനെ അറിയാമോ? അവൻ എന്റെ ഇളയ സഹോദരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു അപകടത്തിൽ വേർപിരിഞ്ഞു. പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയില്ല. എന്റെ പേര് സമ്പത്തി. ജടായു മരിച്ച വാർത്ത കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. എന്റെ ഇളയ സഹോദരനെ കൊന്ന ദുഷ്ടനായ രാവണൻ സീതയെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്ന് 100 യോജന 1 യോജന 8 മൈൽ അകലെ. വാസ്തവത്തിൽ എന്റെ ശക്തമായ കാഴ്ചശക്തി ഉപയോഗിച്ച് ഇപ്പോൾ ശ്രീലങ്കയിൽ സീതാമാതാവിനെ കാണാൻ കഴിയും. എന്റെ ഇളയ സഹോദരനിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ എന്റെ ചിറകുകൾ കത്തിനശിച്ചു. എനിക്ക് അധികം ദൂരം പറക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഒരു മുനി എന്നോട് പറഞ്ഞു, സീതാമാതാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഞാൻ കുരങ്ങുകളോട് പറയുന്ന ദിവസം എന്റെ ചിറകുകൾ വീണ്ടും വളരും. തന്റെ സഹോദരന്റെ നഷ്ടത്തിൽ ദുഃഖിതനായ സമ്പതി കുരങ്ങൻ സൈന്യത്തെ ഉപേക്ഷിക്കാതെ ശ്രീലങ്കയിലെത്താൻ ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓടിപ്പോയി.
അദ്ദേഹം അവർക്ക് ഒരു പരിഹാരം വാഗ്ദാനം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന്റെ പരിഹാരം അവരെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചു. നിഷേധാത്മകത സ്വീകരിക്കുന്നത് പരാജയം സ്വീകരിക്കുന്നതിന് തുല്യമാണ്. വജ്രങ്ങൾക്കായി ഖനനം ചെയ്യുന്നത് വളരെ നെഗറ്റീവ് അന്തരീക്ഷത്തിൽ പോസിറ്റീവ് കണ്ടെത്തുന്ന കലയാണ്. ഒരു സൂപ്പർ ഹീറോയെ സൃഷ്ടിക്കുന്നു. അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, അവർക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. പുതുതായി കണ്ടെത്തിയ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ കുരങ്ങുകൾ ഈ കളിയിൽ അവരുടെ ശക്തി കാണിക്കാനും അവരുടെ മികച്ച കഴിവുകൾ പ്രകടിപ്പിക്കാനും പരമാവധി ശ്രമിച്ചു. എല്ലാവരും നല്ല ഉദ്ദേശ്യത്തോടെയാണ് ചൂതാട്ടം നടത്താൻ വരുന്നത്, പക്ഷേ വിജയിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ ഉദ്ദേശ്യങ്ങളുണ്ടോ ഇല്ലയോ എന്നതല്ല, മറിച്ച് നിങ്ങളുടെ കഴിവും പ്രവൃത്തികളും നിങ്ങളുടെ ഉദ്ദേശ്യത്തെ ന്യായീകരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഒരു കുരങ്ങൻ ഒരു പ്രോജക്റ്റ് ചാടാൻ കഴിയുമെന്ന് പറഞ്ഞു. മറ്റൊരു കുരങ്ങൻ 2 പ്രോജക്റ്റുകൾ ചാടാൻ കഴിയുമെന്ന് പറഞ്ഞു. മറ്റൊരു കുരങ്ങൻ 12 പ്രോജക്റ്റുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തമാശ പറഞ്ഞു. കൂടുതൽ ധൈര്യശാലിയായ ഒരാൾ 65 പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചു. ഒടുവിൽ ശക്തനായ യോദ്ധാവ് ബാലിയുടെ മകൻ അംഗദ 100 പ്രോജക്റ്റുകളുടെ മുഴുവൻ ഭാഗവും തനിക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മഹത്തായ പ്രഖ്യാപനം സൈന്യത്തിൽ ആവേശം സൃഷ്ടിച്ചു. തന്റെ കഴിവുകളിൽ ആത്മവിശ്വാസമുള്ള ഒരു ധീര യോദ്ധാവ് സൈന്യത്തിലുണ്ടായിരുന്നു. എന്നിരുന്നാലും, പക്ഷേ ഇനി എന്ത് എന്ന് അദ്ദേഹം പറഞ്ഞയുടനെ ആവേശം ശമിച്ചു. പ്രശ്നം എന്തെന്നാൽ 100 പദ്ധതികൾ ഒരേ സമയം പൂർത്തിയാക്കി ശ്രീലങ്കയിൽ എത്താൻ കഴിഞ്ഞാലും എനിക്ക് തിരികെ പോകാനുള്ള ശക്തി തീർച്ചയായും ഉണ്ടാകില്ല, അംഗദ തുടർന്നു. അവരുടെ നേതാവായ രാക്ഷസൻ മറ്റുള്ളവരെപ്പോലെ ഒരു കുരങ്ങനല്ല, മറിച്ച് ഒരു കരടിയായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ലോകത്തെ പലതവണ പ്രദക്ഷിണം ചെയ്യാൻ എനിക്ക് മതിയായ ശക്തിയുണ്ടായിരുന്നു. വാസ്തവത്തിൽ വാമനൻ പ്രത്യക്ഷപ്പെട്ട് കാലുകൾ നീട്ടി പ്രപഞ്ചം മുഴുവൻ പ്രദക്ഷിണം ചെയ്തപ്പോൾ ഞാൻ ആ അവസരം പ്രയോജനപ്പെടുത്തി 21 തവണ മുഴുവൻ പ്രപഞ്ചവും പ്രദക്ഷിണം ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രായമായി, എനിക്ക് അതേ ശക്തിയുമില്ല. 100 പദ്ധതികളുടെ സമുദ്രം കടക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ കരുതുന്നു. സമയം എല്ലാവരെയും താഴ്ത്തുന്നു. നിശബ്ദത പാലിച്ചു. എല്ലാവരും ആശങ്കകൾ പ്രകടിപ്പിച്ചു, പക്ഷേ ന്യായമായ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. നിരാശരായ എല്ലാവരും ലജ്ജയോടെ തല കുനിച്ചു, തങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങി. അസുരന്റെ നേതാവ് ആ അവസരത്തിനായി തയ്യാറായി നിന്നു. എല്ലാവരും സ്വന്തം വീക്ഷണകോണിൽ നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂവെന്നും ആരും മറ്റുള്ളവരുടെ ശക്തികൾ വിശകലനം ചെയ്യുന്നില്ലെന്നും അയാൾക്ക് മനസ്സിലായി. എല്ലാ മേഖലകളിലും ഓരോ കുരങ്ങിന്റെയും ശക്തിയും ബലഹീനതയും അസുരൻ വിശകലനം ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അയാൾക്ക് തന്റെ ടീമിനെ നന്നായി അറിയാമായിരുന്നു. പരീക്ഷണം തുടരുന്നതിനിടയിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു കുരങ്ങിനെ അയാൾ കണ്ടു. അയാൾ ചിന്തകളിൽ മുഴുകി. പെട്ടെന്ന് ഈ കുരങ്ങിന് ഈ അത്ഭുതകരമായ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ഊമക്കുരങ്ങ് ഹനുമാൻ ആയിരുന്നു. അസുരൻ ഹനുമാന്റെ അരികിലിരുന്ന് താൻ മറന്നുപോയ ഒരു കാര്യം അയാളെ ഓർമ്മിപ്പിച്ചു. ദേവന്മാർ കുട്ടിക്കാലത്ത് തനിക്ക് നൽകിയ എല്ലാ ശക്തികളെയും കുറിച്ച് അയാൾ സൗമ്യമായി അയാളെ ഓർമ്മിപ്പിച്ചു. അയാളുടെ മനുഷ്യത്വരഹിതമായ കഴിവുകളെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചു. അയാൾ തന്റെ മഹത്വത്തെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചു. ഒരാൾക്ക് വലിയ ശക്തികൾ നൽകപ്പെടുമ്പോൾ അയാൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് അർത്ഥമാക്കുന്നു. അധികാരവും ഉത്തരവാദിത്തവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അയാൾ ഉത്തരവാദിത്തത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അയാളുടെ ശക്തികൾ തിരിച്ചുവരുമെന്ന് അയാളെ ഓർമ്മിപ്പിച്ചു. രാക്ഷസൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനുമാൻ തന്റെ നഷ്ടപ്പെട്ടതും മറന്നുപോയതുമായ ശക്തികളെ ഓർമ്മിക്കാൻ തുടങ്ങി. ആത്മവിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് അവൻ കണ്ടു. താമസിയാതെ അവൻ വലുതാകാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഹനുമാൻ ഏതാനും 100 അടി ഉയരത്തിലെത്തി. സുഹൃത്തിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ മറ്റു കുരങ്ങുകൾ അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. ഹനുമാൻ ഗർജിച്ചു. മരങ്ങൾ വിറച്ചു, പക്ഷികൾ എല്ലാ ദിശകളിലേക്കും പറന്നു. വാനരദേവൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ഓയിട്ടി ഏതാനും ചുവടുകൾക്കുള്ളിൽ ദൂരം പിന്നിട്ടു. എളുപ്പമുള്ള ചുവടുകളിലൂടെ മലകയറി അവൻ ഒരു നിമിഷം കൊണ്ട് കൊടുമുടിയിലെത്തി. അതിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാമ നീനാൾ വാഴട്ടെ. ജയ് ശ്രീരാമ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ തടയാൻ യാതൊന്നിനും കഴിയില്ല. എന്റെ കർത്താവെ തന്റെ ലക്ഷ്യം നേടുന്നതിൽ വിജയിച്ചില്ല. അവൻ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറായി. കാലുകളിൽ ശക്തി സംഭരിച്ച് അവൻ നിൽക്കുന്ന പർവ്വതത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തി. പർവ്വതം അതിന്റെ ഭാരത്താൽ ചുരുങ്ങി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും മറ്റു നിരവധി ധാതുക്കളുടെയും അരുവികൾ വ്യത്യസ്ത ദിശകളിലേക്ക് ഒഴുകാൻ തുടങ്ങി. പർവ്വതത്തിലെ ഗുഹകളിൽ നിന്ന് മുനിമാർ ഓടാൻ തുടങ്ങി. മൃഗങ്ങൾ സമ്മർദ്ദ പോയിന്റുകളിൽ നിന്ന് മാറി ഹനുമാന്റെ കാൽക്കൽ അടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹനുമാൻ പർവ്വതത്തിൽ നിന്ന് ചാടി. ആ ചാട്ടത്തിന്റെ ശക്തിയിൽ ഒരു സക്ഷൻ ഫോഴ്സ് സൃഷ്ടിക്കപ്പെട്ടു. അത് അവന്റെ കാലുകൾക്ക് ചുറ്റുമുള്ളതെല്ലാം ആകാശത്തേക്ക് വലിച്ചെടുത്തു. ആനകൾ, സിംഹങ്ങൾ, മാൻ, മുയലുകൾ, പക്ഷികൾ, സസ്യങ്ങൾ, മരങ്ങൾ എന്നിവ ഹനുമാനെ പിന്തുടരാൻ തുടങ്ങി. ഹനുമാൻ കുറച്ചു ദൂരം പറന്നു. അവനെ വലിച്ചു കുടിച്ചു. തുടർന്ന് പർവ്വതത്തിൽ വീണു.
ഹനുമാൻ അവരുടെ അതിഥിയായി മാറി ശ്രീലങ്കയിലേക്കുള്ള യാത്രയിൽ അവനെ അനുഗമിച്ചതുപോലെയായിരുന്നു അത്. പർവ്വതത്തിൽ നിന്ന് ചാടുക എന്നത് ഒരു കാര്യമായിരുന്നു, ശ്രീലങ്കയിലെത്തുക എന്നത് മറ്റൊന്നായിരുന്നു. ശ്രീലങ്കയിലെത്തുക എന്നതിനർത്ഥം സമുദ്രം കടക്കുക എന്നല്ല. 100 പദ്ധതികളുടെ വിസ്തൃതിയിൽ യാത്രയെ ഒരു സംഭവമാക്കാൻ തന്ത്രപരമായി സ്ഥാപിച്ച ചില സ്ഫോടക വസ്തുക്കളുണ്ട്. ഒരു ഭക്തനെ ഉണ്ടാക്കുക എന്നത് ഒരു ഭക്തനാകുന്നതിനേക്കാൾ വലുതാണ്. മഹാന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹനുമാൻ ഭക്തരെ ഉണ്ടാക്കുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തനാണ് നേതാവ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭക്തനാക്കുന്നവനാണ് നേതാവ്. ഹനുമാന് പറക്കാൻ കഴിയും. കുരങ്ങിന്റെ അതിമോഹമായ പറക്കൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. സമുദ്രത്തിന് കുറുകെ പറക്കുന്നത് ഒരു കൂട്ടം ദേവന്മാർ സന്തോഷത്തോടെ വീക്ഷിച്ചു. ചിലർ അവനെ സഹായിക്കാൻ ആഗ്രഹിച്ചു, മറ്റുള്ളവർ അവനെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഇരുവിഭാഗവും വ്യത്യസ്ത ദിശകളിലേക്ക് യാത്ര തിരിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ സമുദ്രത്തിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് ഹനുമാന് കാണാൻ കഴിഞ്ഞു. പക്ഷേ ദൂരം കാരണം അത് എന്താണെന്ന് പറയാൻ പ്രയാസമായിരുന്നു. അടുത്തെത്തിയപ്പോൾ തിരിച്ചറിയാത്ത വസ്തു വേഗത്തിൽ വളരുന്നതായി തോന്നി. താമസിയാതെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സ്വർണ്ണപർവ്വതം ഹനുമാൻ കണ്ടു. ആ വലിയ സ്വർണ്ണപർവ്വതം ആകാശത്തെ സ്പർശിക്കുകയും ഹനുമാന്റെ പാതയെ തടയുകയും ചെയ്തു. ആ വലിയ പർവ്വതത്തിനപ്പുറം ഒന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആടിയിലഞ്ഞുകൊണ്ട് അദ്ദേഹം പുതുതായി ജനിച്ച പർവ്വതത്തെ പരിശോധിച്ചു. മനോഹരമായ തടാകങ്ങൾ, പഴങ്ങൾ നിറഞ്ഞ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ, ചുറ്റും വിഹരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും. പർവ്വതം സ്വർഗം പോലെയായിരുന്നു. പർവ്വതത്തിന്റെ നടുവിൽ ഹനുമാനു തുല്യമായ ഉയരമുള്ള ഒരു മനോഹരമായ തിളക്കമുള്ള രൂപം കൈകൾ കൂപ്പി അവനെ ഉറ്റുനോക്കി നിന്നു. ഇടിമുഴക്കത്തിന്റെ ശക്തിയും ഒഴുകുന്ന നദിയുടെ മാധുര്യവുമുള്ള ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്റെ പ്രിയപ്പെട്ട വീരനായകനെ, രാമനെ സേവിക്കാനുള്ള നിന്റെ വീരത്വത്തിലും ദൃഢനിശ്ചയത്തിലും ആകൃഷ്ടനായി മഹാദേവന്മാരുടെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ മൈനക പർവ്വതമാണ്. വളരെക്കാലം മുമ്പ് സ്വർഗരാജാവായ ഇന്ദ്രൻ ലോകത്തിലെ പർവ്വതങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഭ്രാന്തൻ പ്രവൃത്തി ചെയ്തു. അക്കാലത്ത് എല്ലാ പർവ്വതങ്ങൾക്കും ചിറകുകളുണ്ടായിരുന്നു. നമുക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സ്വതന്ത്രമായി പറക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ ചില അഭിമാനകരമായ പർവ്വതങ്ങൾ ഈ കഴിവ് ഉപയോഗിച്ച് മനുഷ്യ നാഗരികതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നാശം വിതച്ചു. അപ്പോൾ ഇന്ദ്രൻ എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകൾ മുറിച്ചുമാറ്റി അവയെ ഇളക്കാൻ തീരുമാനിച്ചു. ഇന്ദ്രൻ കയ്യിൽ ഒരു ഇടിമിന്നലുമായി എന്നെ പിന്തുടരുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയന്നു വിറച്ചു. സമുദ്രങ്ങളുടെ അധിപനായ വരുണൻ എന്നോട് കരുണ കാണിക്കുകയും ഇന്ദ്രന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് എന്നെ ആട്ടിയോടിക്കുകയും ചെയ്തു. തന്റെ വിശാലമായ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ അവൻ എന്റെ സുരക്ഷയ്ക്കായി ഒരുക്കി. ഇന്ന് വരുണൻ നിന്റെ വീരോചിതമായ ശ്രമങ്ങൾ കണ്ട് എന്റെ പർവ്വതങ്ങളിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യാനും നിന്റെ വെല്ലുവിളി നിറഞ്ഞ യാത്ര തുടരുന്നതിന് മുമ്പ് നിന്നെ ഊർജ്ജസ്വലനാക്കാനും എന്നോട് അഭ്യർത്ഥിച്ചു. നിന്നെ സേവിക്കുന്നതിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് വരുണൻ എന്നോട് കാണിച്ച ദയക്ക് പ്രതിഫലം നൽകാൻ എനിക്ക് അവസരം ലഭിക്കുമെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു. ദയവായി വന്ന് എന്റെ പർവ്വതങ്ങളെ നിന്റെ വിശുദ്ധ സന്ദർശനത്തിലൂടെ ശുദ്ധീകരിക്കൂ. ഹനുമാൻ ആ ആകർഷകമായ അഭ്യർത്ഥന കേട്ട് പുഞ്ചിരിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദൗത്യത്തിലായിരിക്കുമ്പോൾ വിശ്രമം എന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. എന്നിരുന്നാലും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സമ്മാനമാണെന്ന് ഞാൻ സമ്മതിക്കണം. നിർഭാഗ്യവശാൽ എനിക്ക് ഒരു നിമിഷം പോലും കാത്തിരിക്കാനാവില്ല. ദൗത്യം പൂർത്തിയാകുന്നതുവരെ എനിക്ക് എന്റെ സ്വന്തം സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരേയൊരു ആശങ്ക രാമന്റെ ക്ഷേമമാണ്. ഒരുപക്ഷെ എന്റെ ജോലി കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ ക്ഷണം ഞാൻ പരിഗണിച്ചേക്കാം. ഇപ്പോൾ ഞാൻ മുന്നോട്ടു പോകണം. ഹനുമാൻ തന്റെ കൈകളാൽ തന്റെ സേവനം സ്വീകരിച്ചു. കർക്കശമോ ആയി തോന്നാതെ പർവ്വതത്തെ തൊട്ടു പറന്നുപോയി. ഹനുമാന്റെ ഭക്തിയിൽ മതിമറന്ന പർവ്വതം നിശബ്ദമായി. സൗഖ്യം നമ്മുടെ നേട്ടങ്ങൾ കവർന്നെടുക്കുന്ന ഒരു വഴിപിഴച്ച കള്ളനാണ്. ശാന്തമായ ജലം ആസ്വദിച്ചുകൊണ്ട് ഹനുമാൻ കടലിനു മുകളിലൂടെ പറക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ചു ദൂരം പോയപ്പോൾ കടലിൽ ഒരു വായുപ്രവാഹം അയാൾ കണ്ടു. വെള്ളത്തിൽ എന്തോ ഒന്ന് അത് സൃഷ്ടിക്കുകയായിരുന്നു. അടുത്ത നിമിഷം ഉറവ ആകാശത്തേക്ക് എറിയപ്പെട്ടു. കടലിന്റെ ഉപരിതലം പ്രക്ഷുബ്ധമായി. ഹനുമാൻ വേഗത കുറച്ചതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഒരു ഭീകര രാക്ഷസൻ ഉയർന്നുവന്നു. മനുഷ്യമുഖവും എന്നാൽ ഒരു പെരുമ്പാമ്പിന്റെ തുമ്പിക്കൈയും. നാഗന്മാരുടെ അമ്മയായ സുരസ ഏറ്റവും ഭയാനകമായ രൂപത്തിൽ. അവൾ ഒരു പാമ്പിനെപ്പോലെ ചീറിപ്പാഞ്ഞു. ആർക്കും എന്നെ മറികടക്കാൻ കഴിയില്ല. എന്നെ മറികടക്കുന്ന ഏതൊരാളും എന്റെ സ്വാഭാവിക ഭക്ഷണമായി മാറുകയും എന്റെ വയറ്റിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ബ്രഹ്മാവിൽ നിന്ന് എനിക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നീ എന്റെ ഭക്ഷണമാണ്. ഇനി ആർക്കും അത് തടയാൻ കഴിയില്ല. സുരസ തന്റെ വായ വിശാലമായി തുറന്ന് ഹനുമാനെ ഒറ്റ വലിക്ക് വിഴുങ്ങി.
അവളുടെ വായ ഹനുമാന്റെ വായ പോലെ വലുതായപ്പോൾ വലിച്ചെടുക്കൽ ശക്തി കുരങ്ങിനെ അതിലേക്ക് വലിക്കാൻ തുടങ്ങി. ഈ വലിവിനെ ചെറുക്കാൻ ഹനുമാൻ അല്പം നീട്ടി. ഹനുമാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് സുരസ ഹനുമാനെ അടിക്കാൻ വായ നീട്ടാൻ തുടങ്ങി. താമസിയാതെ ഹനുമാന് 10 യോജന നീളമുണ്ടായിരുന്നു. സുരസ തന്റെ വായ നീട്ടി 20 യോജന നീളമായി. ഹനുമാൻ കൂടുതൽ നീട്ടി 30 യോജന നീളമുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് 40 യോജന നീളമുണ്ടായിരുന്നു. ഹനുമാന് 80 യോജന നീളവും സുരസയ്ക്ക് 100 യോജന നീളവും വരെ പോരാട്ടം തുടർന്നു. ഒരു നിമിഷം കൊണ്ട് ഹനുമാൻ ഒരു ഈച്ചയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി. പക്ഷേ അവളുടെ വായ 100 യോജന വീതിയുള്ളതായിരുന്നു. അവൻ അവളുടെ വായിലേക്ക് ചാടി അവളുടെ നാവിലൂടെ കടന്നുപോയി. അവൻ അവളുടെ തൊണ്ടയിലൂടെ വഴുതി അവളുടെ വയറ്റിൽ പ്രവേശിച്ചു. അവൻ അവളുടെ വയറ്റിൽ എത്തിയ ഉടനെ അവൻ അവളുടെ വായിൽ നിന്ന് ചാടി തന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങി. സുരസയ്ക്ക് അവളുടെ വായിൽ എന്തോ കയറിയതായി തോന്നി. അവളുടെ വയറ്റിൽ എത്തിപ്പോയി. എന്നിരുന്നാലും ഇതെല്ലാം വളരെ വേഗത്തിൽ സംഭവിച്ചതിനാൽ അവൾക്ക് പ്രതികരിക്കാൻ സമയമില്ലായിരുന്നു. തന്നെ വഞ്ചിച്ചത് ഹനുമാനാണെന്ന് അവൾ മനസ്സിലാക്കുമ്പോഴേക്കും അയാൾ പോയിക്കഴിഞ്ഞിരുന്നു. ഹനുമാൻ അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹൃദയഭേദകമായ ശബ്ദത്തിൽ പറഞ്ഞു, "എന്റെ പ്രിയപ്പെട്ട അമ്മേ, ബ്രഹ്മാവിന്റെ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ നിങ്ങളുടെ വയറ്റിൽ കയറിപ്പോയി. ഇനി എനിക്കെതിരെ ഒരു പരാതിയും ഉണ്ടാകരുത്. ദയവായി എന്നെ അനുഗ്രഹിക്കുകയും സീതയെ തേടിയുള്ള എന്റെ യാത്ര തുടരാൻ എന്നെ അനുവദിക്കുകയും ചെയ്യണമേ." ഹനുമാന്റെ ജ്ഞാനം സുരസയ്ക്ക് അതിയായ സന്തോഷം നൽകി. വാസ്തവത്തിൽ ഹനുമാനുമായി ഇടപഴകുന്നതിന്റെ അനുഭവത്തിൽ അവൾ പുളകിതയായി. അദ്ദേഹത്തെ വളരെയധികം അനുഗ്രഹിച്ചുകൊണ്ട് അവൾ സന്തോഷത്തോടെ അപ്രത്യക്ഷയായി. മത്സരം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ വഴിത്തിരിവ് സംഭവിച്ചു. സ്വതന്ത്രനായ ഹനുമാൻ വീണ്ടും ആകാശത്ത് പറക്കാൻ തുടങ്ങി. ഇത്തവണ പുതിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സമയം കഴിഞ്ഞുകൊണ്ടിരുന്നു. സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നു. സുരസ അനാവശ്യമായി തന്നോട് മത്സരിച്ച് ധാരാളം സമയം പാഴാക്കി. എന്നിരുന്നാലും അവൾ തന്നെ അപമാനിച്ചിട്ടില്ലാത്തതിൽ അദ്ദേഹം സന്തോഷിച്ചു. ഏതൊരു സാഹസികതയിലും, പ്രത്യേകിച്ച് ജീവിതത്തിൽ അദ്ദേഹം നടത്തുന്ന അപ്രതീക്ഷിത കാര്യങ്ങളിൽ അനുഗ്രഹങ്ങൾ പ്രധാനമായിരുന്നു. പെട്ടെന്ന് എന്തോ തെറ്റ് സംഭവിച്ചു. വളരെ തെറ്റ്. അവന്റെ മനസ്സ് തിരക്കിലായിരുന്നുവെങ്കിലും ശരീരം മരവിച്ചു. അയാൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ വായുവിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അത് വിചിത്രമായിരുന്നു. ആരോ തന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ അയാൾക്ക് തോന്നി. പക്ഷേ ആരും കാണുന്നില്ല. പെട്ടെന്ന് അയാൾ താഴേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അയാൾ സ്വതന്ത്രമായി വീഴുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന്, ആരാണ് തന്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. എന്തോ കാരണത്താൽ അയാൾ ചുറ്റും നോക്കി. കാരണം എന്താണെന്ന് അയാൾക്ക് അറിയില്ലെങ്കിൽ എന്തു ചെയ്യണം? കടൽ വെള്ളം നിരീക്ഷിച്ചപ്പോൾ രസകരമായ ഒരു കാര്യം അയാൾ കണ്ടു. സ്വന്തം നിഴൽ. ആരോ തന്റെ നിഴലിനെ പിടിച്ചു നിർത്തിയിരുന്നു. ഒരു വലിയ കൈ തന്റെ നിഴലിനെ ചുറ്റിപ്പിടിച്ച് കടലിലേക്ക് വലിച്ചിരുന്നത് അയാൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഉടനെ അത് അയാളെ സ്പർശിച്ചു. ഏതോ ദുഷ്ടശക്തി തന്റെ നിഴലിനെ നിയന്ത്രിക്കുകയും അതിന്റെ ചലനങ്ങൾ നയിക്കുകയും ചെയ്തു. അത്തരം ശക്തികളെക്കുറിച്ച് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് പ്രവർത്തനത്തിൽ കാണുന്നത് ഇതാദ്യമായിരുന്നു. അയാൾ വേഗത്തിൽ കടലിന്റെ ഉപരിതലത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഒരിക്കൽ ഉപരിതലത്തിൽ സ്പർശിച്ചാൽ നിഴൽ വലിക്കുന്നവർ ആവശ്യമായത് ചെയ്യുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. തന്റെ അടുത്ത നീക്കം ആസൂത്രണം ചെയ്യാൻ അദ്ദേഹത്തിന് അധികം സമയമില്ലായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെള്ളത്തിന്റെ ശാന്തമായ ഉപരിതലം പിളർന്നു. വായ തുറന്ന് ഒരു വലിയ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അവൾ അകത്തു കടന്നപ്പോൾ ആകാശത്തു നിന്ന് ഒരു ഇടിമുഴക്കം പോലുള്ള ശബ്ദം, "സിംഹിക" എന്ന് വിളിച്ചു പറഞ്ഞു. ഹനുമാൻ ഉടൻ തന്നെ പേര് തിരിച്ചറിഞ്ഞു. സുഗ്രീവൻ മുന്നറിയിപ്പ് നൽകിയ രാക്ഷസയായിരുന്നു അവൾ. ലങ്കയിലെത്താൻ ശ്രമിച്ച ആരെയും അവൾ വളരെ ഭയപ്പെടുത്തുന്നവളായിരുന്നു. ലങ്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആരെയും വെറുതെ വിടാതിരിക്കാൻ രാവണൻ അവളെ മനഃപൂർവ്വം പട്ടിണി കിടന്നു. അവളുടെ വിശാലമായ വായിൽ എണ്ണമറ്റ മൂർച്ചയുള്ള പല്ലുകൾ നിറഞ്ഞിരുന്നു. ഉടനെ ഹനുമാൻ ഒരു ഈച്ചയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി അവളുടെ വായിൽ കയറി. പിന്നെ അവൻ തന്റെ 2 കൈകളും നീട്ടി അവളെ പിടിച്ചു. അവളുടെ തൊണ്ടയിൽ കയറിയ ഉടനെ മൂർച്ചയുള്ള നഖങ്ങളുള്ള അവന്റെ 10 വിരലുകൾ അവളുടെ കൈകാലുകളിൽ മുറിക്കാൻ തുടങ്ങി. അവൻ അവളുടെ ശരീരത്തിന്റെ എല്ലാ കോണുകളിലും ക്രമാനുഗതമായി പ്രവേശിച്ച് എല്ലാ പ്രധാന അവയവങ്ങളും കീറിമുറിച്ചു. ആദ്യം ഹനുമാൻ എളുപ്പമുള്ള ഇരയായി മാറിയതിൽ സ്ഫിങ്സ് സന്തോഷിച്ചു. അവനെ ദഹിപ്പിക്കുന്നതിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവൾ ഇപ്പോൾ വേദനയിലാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്റെ ജോലി പൂർത്തിയാക്കിയ ഹനുമാൻ ഒരു രക്ഷപ്പെടൽ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. അവൻ അവളുടെ വയറു തുറന്ന് പുറത്തേക്ക് ഓയിക്കി. അവളുടെ ശരീരത്തിൽ നിന്ന് അവൻ ചാടിയ ഉടനെ സ്ഫിങ്സ് വീണു. അവളുടെ വായിൽ നിന്ന് രക്തം ഒഴുകി അവളുടെ വയറ്റിൽ പൊട്ടിത്തെറിച്ചു. സ്ഫിങ്സ് കടലിലേക്ക് മുങ്ങുന്നത് ഹനുമാൻ കണ്ടു. നൂറുകണക്കിന് സ്രാവുകൾ അവളുടെ ശരീരത്തെ ആക്രമിച്ച് അവളുടെ മാംസം വിഴുങ്ങി. കടൽ ഒരു നിമിഷം കൊണ്ട് ചുവന്നു.
അവസാന തടസ്സവും മറികടന്ന് ഹനുമാൻ ധൈര്യത്തോടെ തന്റെ ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു. ലങ്ക ഇപ്പോൾ കുറച്ച് മിനിറ്റ് അകലെയായിരുന്നു. പക്ഷേ സീതാമാതാവ് മണിക്കൂറുകൾ അകലെയാണെന്ന് തോന്നി. മറ്റുള്ളവരുടെ പരാജയം നിങ്ങളുടെ വിജയമാണെന്ന് അസൂയയുടെ പാഠശാല നിങ്ങളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നത് നിങ്ങളുടെ യഥാർത്ഥ പരാജയമാണെന്ന് എളിമയുടെ പാഠശാല നിങ്ങളെ പഠിപ്പിക്കുന്നു. ചാപ്റ്റർ 4 പെട്ടെന്ന് വരും.